പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന ഈ വിശുദ്ധമായ നോമ്പുകാലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹകാലമാണ്. ഈ ദിവസങ്ങൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുത്തു വരാൻ വിളിക്കുന്ന ദിവസങ്ങളാണ്. നോമ്പുകാലം എന്നത് വെറും ഭക്ഷണം കുറയ്ക്കുന്ന കാലമല്ല, അത് നമ്മുടെ ഹൃദയം പുതുക്കുന്ന ഒരു ആത്മീയ യാത്ര കൂടിയാണ്. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കാനും ദൈവത്തോട് കൂടുതൽ അടുപ്പത്തിൽ ജീവിക്കാനും നമ്മെ ക്ഷണിക്കുന്ന ഒരു വിശുദ്ധ സമയമാണിത്. ബൈബിളിൽ നാം കാണുന്നു, യേശുക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്. ആ സമയം അവൻ ദൈവത്തോട് കൂടുതൽ അടുപ്പമായി നിന്നു. അതുപോലെ തന്നെ ഈ നോമ്പുകാലം നമ്മയും പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ മറക്കാറുണ്ട്. ലോകത്തിലെ പ്രശ്നങ്ങൾ, തിരക്കുകൾ, ആശങ്കകൾ ഇവയെല്ലാം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ നോമ്പുകാലം നമ്മെ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസരം കൂടിയാണ്. പ്രിയരെ, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ നമ്മിൽ കോപം ഉണ്ടാകാം, ചിലപ്പോൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയാതെ വരാം, ചിലപ്പോൾ മറ്റുള്ളവരോട് നാം വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാം. ഇവയെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കേണ്ട സമയമാണ് നോമ്പുകാലം. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതം ശക്തമാണോ? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? നോമ്പുകാലത്തിൻ്റെ 3 വലിയ ആത്മീയ മാർഗങ്ങൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു: പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. ആദ്യം പ്രാർത്ഥന. പ്രാർത്ഥനയാണ് ദൈവത്തോട് സംസാരിക്കുന്ന ഏക വഴി. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് തുറക്കുന്നു. നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അവനോട് നമുക്ക് പറയാം. പ്രാർത്ഥന നമ്മെ ശക്തരാക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പ്രാർത്ഥന വഴി അനുവദിക്കുന്നു. രണ്ടാമതായി ഉപവാസം. ഉപവാസം വെറും ഭക്ഷണം ഒഴിവാക്കുന്നതല്ല, ദോഷകരമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം. കോപത്തിൽ നിന്ന് ഉപവസിക്കുക, ദ്വേഷത്തിൽ നിന്ന് ഉപവസിക്കുക, ദോഷകരമായ വാക്കുകളിൽ നിന്ന് ഉപവസിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. മൂന്നാമതായി ദാനധർമ്മം. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൽ നിന്ന് മറ്റുള്ളവർക്കും ഒരു പങ്ക് നമ്മൾ കൊടുക്കുക. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുക, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, നോമ്പുകാലം നമ്മെ വിനയത്തിലേക്ക് നയിക്കുന്നു. നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ദിവസങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ ക്രൂശിനെ നോക്കാം. യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി വലിയ ബലി അർപ്പിച്ചു. അവൻ്റെ സ്നേഹം അതിരില്ലാത്തതാണ്. നമ്മൾ പാപികളായാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം: കൂടുതൽ പ്രാർത്ഥിക്കാം, കൂടുതൽ സ്നേഹിക്കാം, കൂടുതൽ ക്ഷമിക്കാം. നമുക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പ്രത്യാശ എപ്പോഴും നമുക്കുണ്ടാവും. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു അനുഗ്രഹകാലമാകട്ടെ. ഇപ്പോൾ നമുക്ക് ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വിശുദ്ധ നോമ്പുകാലത്തിൽ എൻ്റെ ഹൃദയം പുതുക്കണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. നിന്റെ സ്നേഹത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും നീ അനുഗ്രഹിക്കണമേ. എൻ്റെ വിശ്വാസം നീ ശക്തമാക്കണമേ. എൻ്റെ ജീവിതം നിനക്ക് പ്രസാദകരമാകട്ടെ. ആമേൻ.